ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് കൂടുതൽ പ്രൊഡക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് ഉള്ള 7 ശീലങ്ങളെക്കുറിച്ചാണ്. പ്രൊഡക്ടിവിറ്റി എന്നാൽ ചുരുങ്ങിയ സമയത്ത് കൂടുതൽ ഫലപ്രദമായി പ്രവർത്തിക്കാൻ കഴിയുന്ന രീതിയാണ്. ഉദാഹരണത്തിന്, ഒരു ജോലിക്ക് 5 അല്ലെങ്കിൽ 6 മണിക്കൂർ വേണ്ടി വരുന്നെങ്കിൽ അതിനെ 3 അല്ലെങ്കിൽ 4 മണിക്കൂറിലേക്ക് ചുരുക്കാമെങ്കിൽ നിങ്ങൾക്ക് 2 മണിക്കൂർ ലാഭിക്കാം. അതുപോലെ തന്നെ അനാവശ്യമായ 1-2 മണിക്കൂർ നമ്മൾ മൊബൈൽ സ്ക്രോൾ ചെയ്യില്ലേ, ഈ സ്ക്രോൾ ചെയ്യാതെ നിയന്ത്രിച്ചാൽ ആ സമയവും വേറെ എന്തിനെങ്കിലും പ്രൊഡക്റ്റീവായി ഉപയോഗിക്കാനാകും. ആകെയുള്ള ഒരാഴ്ചയിൽ ഇത് ഒരു മുഴുവൻ ദിവസം ലാഭിക്കുന്നതിന് തുല്യമാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം പിടിയിട്ടില്ലേ പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന്? അപ്പോൾ ഒന്നാമത്തെ ഹാബിറ്റ്, അതായത് ഒന്നാമത്തെ ശീലം, നമ്മൾ പലപ്പോഴും ദിവസേന ചെയ്യേണ്ട കാര്യങ്ങളുടെ പട്ടിക തയ്യാറാക്കാറുണ്ട്. എന്നാൽ ഈ ആഴ്ച നിങ്ങൾക്ക് പരീക്ഷിക്കാനായി ഞാനൊരു മികച്ച മാർഗം നിർദ്ദേശിക്കാം. അതാണ് ഒരാഴ്ചയിലേക്കുള്ള ടു ഡു ലിസ്റ്റ്. നമ്മൾ ഒരു ദിവസത്തേക്ക് കുറിക്കുന്ന ടു ഡു ലിസ്റ്റിൽ ചെറിയ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഡ്രസ്സ് വാഷ് ചെയ്യുക, വേസ്റ്റ് കൊണ്ട് കളയുക, ഒരു മെസ്സേജിന് മറുപടി കൊടുക്കുക, അങ്ങനെ. ഇതുപോലെയുള്ള കാര്യങ്ങൾ നമ്മളെ എഴുതുന്നതിന്, അത് നടത്തുന്നതിനേക്കാളും കൂടുതൽ സമയം ചെലവാകും. അതിനാൽ കുറച്ചുകൂടി വലിയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഒരാഴ്ചത്തേക്കുള്ള ലിസ്റ്റ് തയ്യാറാക്കുന്നത് നല്ലതാണ്. അത് കൂടുതൽ പ്രയോജനം ചെയ്യും. നിങ്ങളുടെ എല്ലാ ലക്ഷ്യങ്ങളും പൂർത്തിയായില്ലെങ്കിലും നിങ്ങളുടെ ഔട്ട്പുട്ട് മുൻപത്തെ ആഴ്ചയേക്കാളും കൂടുതലായിരിക്കും. ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ കൂടുതൽ പ്രൊഡക്റ്റീവായിട്ട് മാറും. അപ്പോൾ ഒന്നാമത്തെ ശീലമാണ് ഒരാഴ്ചയിലേക്കുള്ള ടു ഡു ലിസ്റ്റ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് രണ്ടാമത്തെ ശീലത്തിലേക്ക് പോകാം. സൈക്കോളജിക്കൽ സ്റ്റാർട്ടപ്പ് ടൈം എന്ന ഒരു മനഃശാസ്ത്രപരമായ ആശയമുണ്ട്. അതായത്, നിങ്ങൾ അത്യാവശ്യമായിട്ടൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ജോലിയിൽ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അപ്രതീക്ഷിതമായി ഒരാൾ വരികയും ഒരു ചെറിയ സംഭാഷണം നടത്തുകയും ചെയ്താൽ നിങ്ങളുടെ ശ്രദ്ധ പോവും, ഇല്ലേ? അവർ പോയി കഴിഞ്ഞ് പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വരാൻ 5 മുതൽ 15 മിനിറ്റ് വരെയെങ്കിലും സമയമെടുക്കും. പിന്നെ ഒരു രസകരമായ കാര്യം പറയട്ടെ. എന്താന്ന് വെച്ചാൽ, ചില ആളുകൾ പഴയ അവസ്ഥയിലേക്ക് തിരികെ പോകുകയും ഇല്ല. ഇതിന് പരിഹാരമായി ജോലികളെ ഒറ്റത്തവണ ഗ്രൂപ്പുകളാക്കി ചെയ്യുക. ഇതെന്താണ് ഈ ഗ്രൂപ്പുകൾ എന്നല്ലേ? ഉദാഹരണമായി, എല്ലാ മീറ്റിങ്ങുകളും ഒരു ദിവസത്തേക്ക് പ്ലാൻ ചെയ്യുക. അല്ലെങ്കിൽ ഒരേ സ്വഭാവമുള്ള ജോലികൾ ഒരുമിച്ച് നിർവഹിക്കുക. ഇതുവഴി സമയവും എനർജിയും ലാഭിക്കും. അപ്പോൾ നിങ്ങൾക്ക് രണ്ടാമത്തെ ശീലം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തതായിട്ട് മൂന്നാമത്തെ ഹാബിറ്റ്. നിങ്ങൾക്ക് ഒരു ലളിതമായ ടൈമർ ഉപയോഗിച്ച് നിങ്ങളുടെ ജോലികളിൽ പ്രൊഡക്റ്റീവ് ആവാം, അതായത് ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാം. ഓരോ 60 മിനിറ്റും ടൈമർ ഉപയോഗിച്ച് ടൈം സെറ്റ് ചെയ്ത് അതിനുള്ളിൽ മൊബൈൽ ഫോൺ നോക്കാതെയും അനാവശ്യമായ കാര്യങ്ങളിൽ ശ്രദ്ധ തിരിക്കാതെയും പ്രവർത്തിക്കുക. സമയക്രമം അവസാനിച്ചാൽ ഒരു ചെറിയ ബ്രേക്ക് എടുക്കാം. 5 മുതൽ 6 വരെ ബ്ലോക്കുകളായി ടൈം സെറ്റ് ചെയ്ത് നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ നിങ്ങളുടെ മുഴുവൻ ദിവസത്തേക്കാളും കൂടുതൽ ഫലപ്രദമായി പ്രവർത്തിക്കാൻ സാധിക്കും. മൂന്നാമത്തെ ശീലം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തതായിട്ട് നമ്പർ 4. നമുക്ക് ലഭ്യമായ സമയം എത്രയോ അത്രയും ജോലിയെ നീട്ടിക്കൊണ്ടുപോകുമെന്ന് പാർക്കിൻസൺസ് ലോയിൽ പറയുന്നു. പ്രതിഫലമില്ലാത്ത കാര്യങ്ങൾക്ക് നിങ്ങൾ കൂടുതൽ സമയം ചെലവഴിക്കുമ്പോൾ നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി
അതായത് ഉൽപാദനക്ഷമത കുറയും. നിങ്ങൾക്ക് ഓരോ ജോലിക്ക് കൂടുതൽ സമയം ലഭിച്ചാൽ അതിനെ അത്രയും നീട്ടിക്കൊണ്ടു പോകാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ നിങ്ങൾക്ക് കുറഞ്ഞ സമയം നൽകുകയും കൃത്യമായ ഡെഡ്ലൈനുകൾ സജ്ജമാക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതായത് 4ാമത്തെ ഹാബിറ്റാണ് കൃത്യമായ ഡെഡ്ലൈനുകൾ വയ്ക്കുക എന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്പർ 5, സംഗീതം ഉപയോഗിച്ച് പ്രൊഡക്ടിവിറ്റി കൂട്ടുക. നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും ഊർജം നൽകാൻ സംഗീതം വളരെ സഹായകമാണ്. ഒരേ പാട്ട് വീണ്ടും വീണ്ടും കേൾക്കുന്നത് മനസ്സിനെ ശാന്തമാക്കും. പല പ്രമുഖ വ്യക്തികളും ഇത് അവരവരുടെ ദൈനംദിന ജീവിതത്തിൽ പ്രൊഡക്ടിവിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന രീതി കൂടിയാണിത്. അതായത് 5ാമത്തെ ഹാബിറ്റാണ് സംഗീതം ഉപയോഗിച്ച് പ്രൊഡക്ടിവിറ്റി കൂട്ടുക എന്നത്. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്പർ 6, 1 മിനിറ്റിനകം ചെയ്യാവുന്ന കാര്യങ്ങൾ ഉടൻ പൂർത്തിയാക്കുക. ചില ജോലികൾ വളരെ ചെറുതായിരിക്കും, എന്നാൽ അവയെ മാറ്റിവെക്കുമ്പോൾ കൂടുതൽ സമയം നഷ്ടമാകും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു മെസ്സേജ് കാണുമ്പോൾ അതിന് ഉടൻ മറുപടി നൽകുക. അല്ലെങ്കിൽ ഒരു ചെറിയ ടാസ്ക് ചെയ്യേണ്ടി വന്നാൽ അത് ഉടനെ പൂർത്തിയാക്കുക. ഇത് സമയനഷ്ടം കുറയ്ക്കും. 6ാമത്തെ ഹാബിറ്റ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് 1 മിനിറ്റിനകം ചെയ്യാവുന്ന കാര്യങ്ങൾ ഉടൻ പൂർത്തിയാക്കുക എന്നത്. ഇനി നമ്പർ 7, നിങ്ങളുടെ ഉൽപാദനക്ഷമതയിൽ ഏറ്റവും ഉണർവുള്ള സമയമോ അല്ലെങ്കിൽ ഏറ്റവും നല്ല ഔട്ട്പുട്ട് നൽകുന്ന സമയമോ കണ്ടെത്തി അതിനനുസരിച്ച് പ്രധാന ജോലികൾ ഷെഡ്യൂൾ ചെയ്യുക. അതായത് നിങ്ങൾക്ക് ഏറ്റവും എനർജറ്റിക് ആയിട്ട് വർക്ക് ചെയ്യാൻ കഴിയുന്ന ടൈം ഏതാണെന്ന് കണ്ടുപിടിച്ച് അതിനനുസരിച്ച് ടൈം സെറ്റ് ചെയ്യുക. ചിലർക്കത് രാവിലെ ആയിരിക്കാം, ചിലർക്കത് വൈകുന്നേരമായിരിക്കാം, ചിലർക്ക് രാത്രി ആയിരിക്കാം. നിങ്ങൾക്ക് നല്ല ഉഷാറോടെ ജോലി ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ സമയം തിരിച്ചറിയുക. ഞാൻ ഇതുവരെ 7 ടിപ്സ് പറഞ്ഞിട്ടുണ്ട്. ഈ എല്ലാ ടിപ്സും നിങ്ങൾ നിങ്ങളുടെ ഡെയിലി ലൈഫിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരാഴ്ചയിൽ ഒരു ദിവസം മുഴുവൻ ലാഭിക്കാൻ പറ്റും. ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്